അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഈ കിടക്കുന്നത്. ഇവരെ സ്നേഹിച്ചാ വെറുതെയാകില്ല, ഇവരെ ബഹുമാനിക്കുന്നത് വെറുതെയാകില്ല, ഇവരെ ആദരിക്കുന്നത് വെറുതെയാകില്ല, ഇവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് വെറുതെയാകില്ല. കൊടുക്കുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടുന്ന സ്നേഹമാണ്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ, അവരുടെ സ്നേഹം നൽകണേ അല്ലാ. നാം ഇവരെ ആദരിക്കുമ്പോൾ, ഇവരെ ബഹുമാനിക്കുമ്പോൾ, ഇവരെ സ്നേഹിക്കുമ്പോൾ അവരും നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ആ സ്നേഹം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ആ സ്നേഹം നമുക്ക് നൽകുമാറാകട്ടെ. എന്നെക്കാളും പരിചയം നിങ്ങൾക്കില്ലേ? ഞാൻ പത്തനാപുരത്ത് കിടക്കുന്ന എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഖാമിൽ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും ശ്രേഷ്ഠതയും സ്നേഹവും നിങ്ങൾ അനുഭവിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ എന്തുവരാൻ നാം ഇവരെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് ഇന്നത്തെ തലമുറ പഠിക്കാൻ തയ്യാറാകുന്നില്ല. കാര്യം കാണാൻ വേണ്ടി പോവാ, നേരെ പോവുക, മക്കളില്ല, രോഗവ, പട്ടിണിയ, പ്രശ്നമാ, പ്രയാസവ, കാര്യം കാണാൻ വേണ്ടി പോകുന്നൊരവസ്ഥ. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുക, അല്ലാതെ ബഹുമാനം അതിനൊന്നുമില്ല. അങ്ങോട്ട് ചെന്നിട്ട് അവനവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി മാത്രം പോകുന്നു, അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ ആ കിടക്കുന്നവരുടെ വലുപ്പവും മഹത്വവും ആർക്കറിയാം? ഞാൻ ചോദിക്കുന്നത്, ഈ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും നമ്മളിൽ എത്ര പേർക്കറിയാം? നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ തമാശ പറയുന്നത് ആ മക്കാമിനകത്ത് കയറിയെന്നിട്ടാ. നമ്മൾ തമാശ പറയുന്നില്ലേ? നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ലേ? നമുക്ക് കളിയും തമാശയും. നമ്മൾ ഈ മക്കാമിൻ്റെ ചുറ്റുഭാഗത്ത് വന്ന് നിന്നിട്ട് നമ്മൾ തമാശ പറയും. ഫോൺ വിളിക്കുന്നത് ക്ഷീണം, അതുകൊണ്ട് ഉടനെ മക്കാമിൻ്റെ മുമ്പിൽ സ്റ്റെപ്പിൽ ചാരി ഇരുന്നിട്ടാ ഫോൺ വിളിക്കുന്നത്. എവിടെ ഇരുന്നിട്ട്? എവിടെ ഇരുന്നിട്ട്? നീ ഒന്നുമില്ലെങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്കത് ഖബറല്ലേ സഹോദര. അതാ ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കല്ലേ എന്ന്. എടോ, ഈ കാണുന്നതൊരു ഖബറല്ലേ? അതെന്തേ നിനക്ക് ചിന്തയില്ലാതെ പോയത്? ഒരു ഖബറല്ലേ? ആ ഖബറിനെ കുറിച്ച് നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഒരു ഖബറാണല്ലോ അത്. ആ ഖബറിന്റെ ചാരത്ത് പോകുമ്പോൾ നിന്റെ മനസ്സെങ്ങനെയായിരിക്കണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമാ മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ പേടിക്കണമെന്നാ. ഖബറെന്ന് പറയുന്നത് കേട്ടാൽ തന്നെ പേടിക്കണം. ഖബർ കണ്ട കരയണമെന്നാ. ഖബർ കണ്ട കരയണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണം. ആർക്കാ പേടി? ആർക്കാ പേടി? ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കുന്ന ആരാ ഉള്ളേ? ഖബർ കണ്ട കരയുന്ന ആരാ ഉള്ളേ? എടാ, ഖബർ കുഴിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് കോമഡി പറഞ്ഞുകൊണ്ടാ ഓനും കുഴിക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഖബർ കുഴിക്കുന്നവൻ കരയുന്നേ? ഖബറിൻ്റെ അകത്ത് ഇറങ്ങുന്നവൻ, മയ്യത്ത് വെക്കുന്നവൻ, പലക നിരത്തുന്നവൻ, മണ്ണുവട്ടിയിടുന്നവൻ, സിയാറത്തിന് പോകുന്നവൻ ആരാ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിനക്കറിയില്ല ഖബറിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നവൻ കരയാത്തത്? ഖബറിന്റെ ചാരത്ത് പോകുന്നവന് കരയാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അറിയില്ല ചങ്ങാതി നിനക്ക് ഖബർ എന്താണെന്ന്. അതുകൊണ്ടാ നീ തമാശ പറയുന്നത്, അതുകൊണ്ടാ നീ കളിയും തമാശയും കാണിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദരി.
ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ചവനെ അവനെ കരയുകയാണ്, അവൻ നിലവിളിക്കുകയാണ്. അവന് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചാൽ, വെള്ളം മുമ്പിൽ കൊണ്ടുവച്ചാൽ, അത് കഴിക്കുന്നതിന് മുമ്പ്, അത് കുടിക്കുന്നതിന് മുമ്പ് അവന് നിലവിളിച്ച് കരയുമായിരുന്നു എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എടോ സിറാജ് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഇതുപോലെ സിറാജിന് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ട് സഹോദരാ. ഖബറിന്റെ ചാരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് പോലെ, എനിക്ക് നാവുള്ളതുപോലെ, നിനക്ക് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ട് സഹോദരാ. അത് ഖബറിന്റെ ചാരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നിനക്കറിയോ എന്റെ സഹോദരാ? ഒരുപാട് പേരോട് ഖബർ സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്, ഒരു മയ്യത്ത് ഖബറടക്കാൻ പോയതാണ്. ഖബറടക്കി കഴിഞ്ഞ് ജനങ്ങൾ മുഴുവനും മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്തു നിൽക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, വരുന്നില്ലേ നിങ്ങള്? ഖബറടക്കി കഴിഞ്ഞല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, എല്ലാവരോടും പോകാറ്, നിങ്ങൾ എല്ലാവരും പൊക്കോ, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ആ പള്ളിപ്പറമ്പിലെ ഒരു പഴയ ഖബറിന്റെ ചാരത്തു ചെല്ലുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് മിണ്ടാതെ ഇരുന്ന് കരയുകയാ, മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ആ സമയത്ത് ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, കരയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? ഒരാളോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, എങ്ങനാ? ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാ വസദഖത്തുൽ മുഖലതൈ വഅകൽതുൽ ലഹുമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെവി പൊത്തി പിടിക്കുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് പിടഞ്ഞു വീഴുകയാണ്. പറയല്ലേ, പറയല്ലേ ഖബറേ, പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. അങ്ങനെ പടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ ഖബർ പറഞ്ഞു കൊടുക്കുകയാ, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഒരു സാധാരണ ഒരു ഖബറിന്റെ ചാരത്ത് പോകുന്നവന്റെ അവസ്ഥയാ പറയുന്നത്. അവന് പേടിക്കണമിടോ, അവന് കരയണമിടോ, അവന് ബഹുമാനം വേണമിടോ. അവൻ അവിടെ പോയി നിന്ന് ചിരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ നിന്ന് ചിരിച്ചാ നാളെ പട്ടികയുടെ കോലത്തിൽ അല്ലാഹുവിനെ കൊണ്ടുവരുമെന്നാ. നാളെ പരലോകത്ത് കടന്നു വരുന്നത് പട്ടികയുടെ കോലത്തിലാ. അതുകൊണ്ട് സഹോദരങ്ങള്, ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കരുത്, അവിടെ നിന്ന് ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. നിന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമാണ് പള്ളിപ്പറമ്പിൽ നിന്ന് പടച്ചവനെ ദുനിയാവിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ഖബറാണെങ്കിൽ ഈ കിടക്കുന്നവരാരെന്നറിയോ? അവര് നമ്മളെപ്പോലെ ലോക്കലല്ല സഹോദരാ, അവര് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരല്ല. അവരല്ലാഹുവിനെ കുറിച്ച് പഠിച്ചവരാ, അവരല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞവരാ, അവരല്ലാഹു ആദരിച്ചവരാ, അവരല്ലാഹു ബഹുമാനിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവര്, അവരല്ലാഹു ആദരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ വന്നിട്ട് ഈ മഹാന്മാരുടെ പേരിൽ ഇരിക്കുന്നത്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഈ മഖാമിന്റെ മുമ്പിൽ വന്നിട്ട് പടച്ചവനെ ഇവരെ കുറിച്ച് പറയാ. അല്ലാഹു എനിക്ക് അവസരം തന്നത് അവര് മഹാന്മാർ
മഹാന്മാരായതുകൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആളും തരവും നോക്കണേ, ആളും തരവും നോക്കണേ. അവര് സാധാരണ ആൾക്കാരല്ല. അവരുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ അവരാരാണെന്നറിഞ്ഞ നിന്റെ കയ്യും കാലും വിറയ്ക്കും. ഈ മക്കാമിന്റെ മുറ്റത്തൊന്നു വരാറ്, ഈ മക്കാമിന്റെ അകത്ത് കേറുമ്പോ നമ്മുടെ കൈകാല് വിറയ്ക്കുമടോ. നമുക്ക് പേടിയാട്. അല്ലാഹുവേ, അവരെ ബഹുമാനിക്കാ, അവരെ ആദരിക്കാ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സാധാരണ പള്ളിക്കാട്ടിലെ ഖബറിൽ പോകുമ്പോ തന്നെ നിന്റെ അവസ്ഥ വല്ലാത്തതാ. സൂക്ഷിക്കണം. അവിടെ പോയി നിന്ന് തമാശ പറയരുത്, ചിരിക്കരുത്. അവിടെ നിന്നുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യം പറയരുത്. പിന്നല്ലേ മഹാന്മാർ, അള്ളാഹു ആദരിച്ചവർ. ചുമ്മാതെ വന്നിരുന്ന് കോമഡി പറയാനും ചന്തി തിരിഞ്ഞിരിക്കാനും ഉള്ള സ്ഥലമല്ല മഖാമ്. അവിടെ കിടക്കുന്നവരുടെ വലുപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ നീ ഒരുപാട് പ്രയാസപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. ഉറക്കപ്പര അള്ളാഹു പുറത്തേരുമാറാകട്ടെ. നിങ്ങൾ തന്നെ നോക്കിയേ, വന്നിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ കടത്തിണ്ണയിൽ ഇരിക്കുന്നത് പോലെ മക്കാമിൻ്റെ അകത്ത് കയറി കാലും പൊക്കി വെച്ച് ഫോണും കുത്തി ഗെയിമും കളിച്ചിരിക്കുക. എവിടെ? അള്ളാൻ്റെ ഔലിയാക്കന്മാരുടെ മുമ്പിൽ. അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ തമാശ പറയാൻ, അവിടെ നിന്ന് കളിയും തമാശയും ആളും തരവും നോക്കി കളിക്കണം. അള്ളാഹു നമുക്കും മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇവരാരാണെന്ന് പഠിക്ക്. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പം ഇവിടെ സ്ഥലം നിറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല കേട്ടാ. ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് അവിടെ ഇരുന്നപ്പോഴേ ഇറങ്ങാൻ പറഞ്ഞേ. ഇപ്പം ഇവിടെ സ്ഥലം നിറഞ്ഞത് കൊണ്ട് അവിടെ ഇരിക്കുന്നെങ്കിലും അടുത്തോട്ടിരിക്കണ്ട, മാറി മാറി ഇരുന്നോ. കാരണം നീ ആരാ അവരാരാ നിനക്കറിയാം. എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. എന്നെ കാണുമ്പോൾ ചിലർ കൈപിടിച്ചു മുത്തും, ഞാൻ ചിരിക്കും. പടച്ചവനെ, എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ, എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. അതുകൊണ്ട് നിനക്കതിൻ്റെ അടുത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ഇരിക്കുന്നവൻ ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്താ ബോറടിക്കണണ്ട? വല്ല കുടുംബ ജീവിതമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേനെ. വലിയ വഴുതൊക്കെ വഴുതെന്ന് പറഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തായാലും ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചോ? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം കേൾക്കണം. നിങ്ങളൊക്കെ കാപ്പി കുടിച്ചോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ? ഇവരെ കുറിച്ച് അല്ല പറഞ്ഞതെന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ? അവരെ കുറിച്ച് അല്ല പറഞ്ഞതെന്താ? ഓരോ മക്കാമുകളിൽ പോകുമ്പോഴും നമ്മളൊരു ആയത്ത് കാണുന്നവരാ. ഏകദേശമുള്ള മക്കാമുകളിൽ പോകുമ്പോൾ നമ്മളൊരു ആയത്ത് കാണുന്നവരാണ്. ഏതായത്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് പറയുകയാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണ്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ആരാണ്? ഈ മക്കാമിന്റെ അകത്ത് അന്തിവിശ്രമം കൊള്ളുന്നവരാരെന്നറിയോ? അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയുമോ? അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം. ഒന്നാമത്തെ യോഗ്യത ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അവർക്ക് അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാളെയും പേടിയില്ല. അവർക്ക് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചവനെയല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിയെയും അവർക്ക് ഭയമില്ല, അവർക്ക് പേടിയില്ല. അവർക്ക് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് അല്ലാഹനെ അല്ലാതെ വേറെ ആരെയും പേടിയില്ല. നമുക്ക് അല്ലാഹനെ പേടിയില്ല. ലോകത്തുള്ള സർവ്വതിനെയും നമുക്ക് വല്ലാത്ത
പേടിയാ. നമുക്കല്ല ആരാണെന്ന് പോലും അറിയില്ല, നമുക്കല്ല ആരാണെന്ന് പോലും അറിയില്ല. തഴമ്പുള്ളവനും താടിയുള്ളവനും നിസ്കരിക്കുന്നവനും തൊപ്പിയിട്ടവനും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാവാപ്പാ? ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, അയൽവാസിയായ ഒരു ഹൈന്ദവ വിശ്വാസി നിന്നോട് ചോദിക്കുകയാ, അല്ലാഹനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഈ താടിയുള്ള വാപ്പാനോട് ചോദിക്കുന്നു, അല്ലാന്ന് പറഞ്ഞ് നിങ്ങളുടെ റബ്ബ് ആരാ? അല്ലാ ആരാ? എനിക്ക് അല്ലാനെ കുറിച്ചൊന്ന് പറഞ്ഞതാ. ഈ താടിയും തഴമ്പും ഉള്ളവൻ പറയും 5 മിനിറ്റ് കൊണ്ട് അവൻ്റെ കാര്യം തീർന്നു. അല്ലാന്ന് പറഞ്ഞ ആരാ? ഈ ലോകം പടച്ചതല്ല, എന്നെ പടച്ചത് റബ്ബ്, എനിക്ക് ഭക്ഷണം തരുന്നത് റബ്ബ്, എന്നെ പരിപാലിക്കുന്നത് റബ്ബ്, എന്നെ മരിപ്പിക്കുന്നത് റബ്ബ്. സ്റ്റോക്ക് തീർന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനപ്പുറം നിനക്ക് അല്ലാനെ കുറിച്ച് എന്തറിയാം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കിടക്കുന്നവര് അല്ലാനെ അറിഞ്ഞവരാ, അല്ലാനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞവരാ. അവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോ അവർക്ക് അല്ലാനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ല. നമുക്ക് അല്ലാനെ പേടിയില്ല, നാട്ടുകാരെ പേടിയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുള്ളത് പറയുമ്പോൾ ഇഷ്ടപ്പെടൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാനെ പേടിയുണ്ടോ? അല്ലാനെ പേടിയുണ്ടെങ്കിൽ ഈ വയൽ തന്നെ വേണോ? ഈ വയലിന്റെ ആവശ്യമുണ്ടോ? അല്ലാനെ പേടിയുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. ആ അല്ലാഹുവിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ല. എടോ, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ, അല്ലാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ ഏതെങ്കിലും ഒരുത്തം മനസ്സിലാക്കിയിരുന്നെങ്കിൽ പടച്ചവനെ അവന്റെ ജീവിതം മാറുകയാണ്, അവന്റെ ഭയം മാറുകയാണ്, അവന്റെ പേടി മാറുകയാണ്. എത്ര വയല് കേട്ടിട്ടും ഒരു മാറ്റമില്ലടോ, എത്ര വയല് കേട്ടിട്ടും ഒരു മാറ്റമില്ലടോ. പെങ്ങളെ, എത്ര വയല് കേൾക്കുന്ന പൊന്നുമോള്, നേരം വെളുത്ത പാതിരാത്രി വരെ ഓരോ ഉസ്താദിന്റെ വയല് കേൾക്കുന്നവളാ. പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ? പടച്ചവനെ, വയലിന് വരുമ്പോ ഫർദയാണ്. ഈ പെണ്ണ് കല്യാണത്തിന് പോയാ കോലം മാറുകയാണ്. പടച്ചവനെ, ഇവിടെ ഇരിക്കുമ്പോ എന്തനുസരണയോടുകൂടി ഇരിക്കുന്നു. പടച്ചവനെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സ്വഭാവം മാറുകയാണ്. എന്തുകൊണ്ട് നമുക്ക് അല്ലാഹനെ അറിയുന്നില്ല? നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല, നമ്മുടെ ഈമാൻ ഉറയ്ക്കുന്നില്ല, നമ്മുടെ ഈമാൻ ഉറയ്ക്കുന്നില്ല. ഈമാൻ ഉറച്ചാ പേടി മാറും സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പടച്ചവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്, ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാ, ഈമാനിന്റെ വിഷയത്തില്, വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണേ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, നിങ്ങൾ ഇവളെ കണ്ടുപഠിക്കണേ, നിങ്ങൾ ഇവളെ കണ്ടുപഠിക്കണേ. ആ പെണ്ണാരെന്നറിയുവോ? ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളെ കുറിച്ചാ അല്ല പറയുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മകളെ, ആ മകളുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, കണ്ടുപഠിക്കണേ പെങ്ങള്. നീയൊക്കെ റോൾ മോഡലാക്കേണ്ടതാ പെണ്ണിന്റെ ചരിത്രമാണ്. ആ പെണ്ണാരെന്നറിയോ? നിന്നെ പോലെ 10,000-കണക്കിന് വയല് കേട്ട പെണ്ണല്ല. ജീവിതത്തിൽ ഒരേ ഒരു വയലേ കേട്ടുള്ളൂ, ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണം കേട്ട പെണ്ണാണ്, ജീവിതത്തിൽ ഒറ്റ വയലേ കേട്ടുള്ളൂ. ആ വയല് കേട്ടപ്പോ, ആ വയല് കേട്ടപ്പോ ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ചവനെ അല്ല ആരാണെന്ന് മനസ്സിലാക്കുകയാ. ആരാണെന്നറിയോ? ആരുടെ വയലാണ് കേട്ടതെന്നറിയോ? ആരുടെ പ്രഭാഷണമാണ് ആ പെണ്ണ് കേട്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസാ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം മൂസാ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, ആ
ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. മൂസാ നബി പറയുന്നു, പടച്ചവന് എന്റെ സഹോദരനായ ഹാറൂനിനെ എനിക്ക് എന്റെ കൂടെ വിടണം പടച്ചവന്. മൂസാ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാം ഇവർ രണ്ടുപേരും കൂടെ പോവുകയാ. ഇവര് രണ്ടുപേരും കൂടെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെന്നു. പടച്ചവനെ, ഫിർഔന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്നവനാണ്, അവനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്നവനാ, സർവാധികാരവും അവന്റെ കയ്യിലാണ്. അവന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുന്നു, നീ റബ്ബല്ല, അല്ലാതെ ഒരു റബ്ബുണ്ട്. ആ റബ്ബാണ് പടച്ചവനെ സൂര്യന്റെ റബ്ബ്, ചന്ദ്രന്റെ റബ്ബ്, ഈ ലോകത്തെ പടച്ച റബ്ബ്. തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു, പാമ്പാക്കി കാണിച്ചു. തന്റെ പ്രകാശിക്കുന്ന വിരട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനാ റബ്ബിന്റെ പ്രവാചകനാണ്. മൂസ പറയുമ്പോ ഫിർഔന് കളിയാക്കുകയാണ്, ഫിർഔന് പരിഹസിക്കുകയാണ്, ഫിർഔന് അവിടെ നിന്ന് നാണം കെടുത്തുകയാണ്. പടച്ച റബ്ബേ, ഫിർഔന് നന്നാകാനാ വഅദ് പറഞ്ഞത്. പക്ഷേ ഫിർഔന് നന്നായില്ല, ഫിർഔന് മുസ്ലിമായി. എന്നാൽ ആ കൊട്ടാരത്തിലെ ചില പെണ്ണുങ്ങളാ വഅദ് കേട്ട് നന്നായി. പെണ്ണ് ആ വഅദ് കേട്ട് നന്നായ ഒന്നാമത്തെ പെണ്ണാരെന്നറിയോ? ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹദി മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ പ്രഭാഷണം കേൾക്കുകയാണ്. പടച്ചവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി പറഞ്ഞു, മാഷിത ആരോടും പറയരുത്, രഹസ്യമായി വെച്ചാ മതി. പടച്ചവനെ, അല്ലാഹുവേ, പിന്നെ മുസ്ലിമായ പെണ്ണാരെന്നറിയോ? ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാവുകയാ. പടച്ചവനെ, കൊട്ടാരത്തിലെ വേലക്കാരിയായ മാഷിത വീട്ടിൽ ചെന്നിട്ട് തന്റെ ഭർത്താവിനോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി, അവര് മുസ്ലിമായി ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഫിർഔനിന്റെ മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പ് താഴെ വീഴുകയാണ്. മാഷിത്ത പറഞ്ഞു, അല്ലാ 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 എന്ന് പറയുമ്പോ ഫിർഔനിന്റെ മകൾ ചോദിക്കുന്നു, മാഷിത്ത നീ അല്ലാ എന്ന് പറഞ്ഞല്ലോ, ഈ അല്ലാ എന്ന് പറഞ്ഞാരാ? ഈ അല്ലാ എന്ന് പറഞ്ഞാരാ? മാഷിത്ത പറഞ്ഞു, എന്റെ റബ്ബാണ് അല്ലാ, എന്റെ റബ്ബാണ് അല്ലാ, എന്റെയും നിങ്ങളുടെയും റബ്ബാണ് അല്ലാ. അതാ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? എന്റെ വാപ്പയല്ലേ റബ്ബ്, എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? മാഷിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാണ്, നിന്റെ വാപ്പ അടിമയാണ്. നിന്റെ വാപ്പയെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാ, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാ, ആ മൂസയുടെ റബ്ബാണ് അല്ലാ. പടച്ചവനെ, ഫിർഔനിന്റെ മകളുടെ മനസ്സിൽ തറയ്ക്കുകയാണ്. ഫിർഔനിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔനിന്റെ ചാരത്തേക്ക് തന്റെ പൊന്നാള് മകൾ ഓടി ചെല്ലുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? എന്തേ മോളെ അങ്ങനെ ചോദിക്കുന്നത്? മാസിത പറയുന്നു, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്, നിങ്ങൾ അടിമയാണെന്ന്, നിങ്ങൾ അടിമയാണെന്ന്. പൊന്നാര മകള് പറയുന്നത് കേട്ടപ്പോ ഫിർഔനിന് വല്ലാത്ത ദേഷ്യമായടോ. മാസിതയെ കൊണ്ടുവരികയാ, മാഷിതയെ കൊണ്ടുവരികയാ. മതം മാറണം മാഷിത, പഴയ മതത്തിലേക്ക് മടങ്ങ്, ഞാനാണ് റബ്ബെന്ന് പറയണം. മാഷിത പറഞ്ഞു, നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. കാരണം അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് കേറി. ചെറുപ്പക്കാരാ, പടച്ചവനെ എന്തു ചെയ്തെന്നറിയോ? എല്ലാവരും കൂടെ അവിടുത്തെ രാജ്യസഭ, അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു, ഇവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഒരാൾ പോലും മതം മാറരുത്, അതിന് ക്രൂരമായ ശിക്ഷ വേണം കൊടുക്കാൻ. എന്ത് ചെയ്തെന്നറിയോ?
തിളച്ചുമറിയുന്ന ഒരു പാത്രത്തിന്റെ അകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്, വലിയ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മാസിത്ത, പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് മാറണം മാസിത്ത. എന്നെ നിങ്ങൾ പേടിപ്പിക്കണ്ട, എന്നെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. മാഷിത്തയുടെ മറുപടി കേട്ടപ്പോ അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നടോ. മാഷിത്ത ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൈകാലുകൾ കെട്ടിക്കൊണ്ടുവരികയാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത്ത, മാറ്റമുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാ പോവുകയാണ്. മാഷിത്ത ചിരിക്കുകയാണ്. തന്റെ ഭർത്താവിനോട് സലാം പറയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊന്നുകളഞ്ഞു പെങ്ങള്. മാഷിത്ത കരഞ്ഞില്ല, മാഷിത്ത ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് തന്റെ മൂത്ത മകളെ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് തീയുടെ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മാഷിത്ത, ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, ഇത് നിന്റെ പൊന്നുമോളാണ്, ഇത് നിന്റെ പൊന്നുമോളാണ്, തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാഷിത്ത പറഞ്ഞു, എനിക്ക് മാറ്റമില്ല. തന്റെ ഒന്നാമത്തെ മകളെ എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുകയാണ്. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. ചോദിച്ചു, മാഷിത്ത, മാറ്റമുണ്ടോ? അനക്കമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. തന്റെ രണ്ടാമത്തെ മകളെയും എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുകയാണ്. പടച്ചവനെ, പിന്നെ എന്ത് ചെയ്തെന്നറിയോ? പട്ടാളക്കാര് മാഷിത്തയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. പാല് കുടിക്കുന്ന ആൺകുട്ടിയെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോൻ, ആ പൊന്നുമോനെ താമാസിത്ത, നിന്റെ ആ പാല് കുടിക്കുന്ന മോനെ താമാസിത്ത, അവനെ കൂടെ കൊല്ലട്ടെ മാസിത്ത. പടച്ചവനെ, 9.5 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നും പ്രസവിച്ച തന്റെ പൊന്നുമോൻ പാലിന്റെ മണം മാറിയിട്ടില്ല. ആ പിഞ്ചു കുഞ്ഞിനെ ചോദിക്കുമ്പോ മാഷിത്തയുടെ കൈവിറയ്ക്കുകയാ, കണ്ണൊന്ന് നിറയുകയാ, കണ്ണൊന്ന് നിറയുകയാ. പടച്ചവനെ, എല്ലാവരും കളിയാക്കുകയാണ്. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ. എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോ ഉമ്മയുടെ മാറിടത്തിലേക്ക് തലവെച്ചിരിക്കുന്ന പൊന്നുമോര് അവന് കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലാവരും ഉമ്മയെ കളിയാക്കുകയാണ്. ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്, ഉമ്മ കരയുകയാണ്. ഉമ്മാനെ എല്ലാവരും കളിയാക്കുകയാണ്. എടോ, പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കാറില്ല. പക്ഷേ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ, ആ മാഷിത്തയുടെ നെഞ്ചിലിരിക്കുന്ന പൊന്നുമോ അവിടെന്ന് വിളിക്കുന്നു, യാ ഉമ്മ, ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ എൻ്റെ ഉമ്മച്ചി കരയുന്നത്? കൊടുക്കുമ്മ, ചിരിക്കുമ്മ, സ്വർഗത്തിലല്ലേ ഉമ്മ. ആ പാല് കുടിക്കുന്ന പൊന്നുമോനവിടെന്ന് പറന്നു കൊടുക്കുകയാണ്. പടച്ചവനെ, മാഷിത്ത തന്റെ ചോരക്കുഞ്ഞിനെ കൊടുക്കുകയാ. അതിനെയും കൊന്നുകളഞ്ഞിടോ. അവസാനം മാഷിത്തയും കൊന്നുകളഞ്ഞു. പടച്ച റബ്ബേ, എന്നിട്ട് ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തെ മുഴുവനും ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് ഈ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, വളരെ സന്തോഷത്തോടെ മണിയറയുടെ വീടിന്റെ മണിയറയ്ക്കകത്തേക്ക് ഇങ്ങനെ കേറി ചെല്ലുമ്പോ ഭാര്യയായ ആസിയ
ഫിറഔനിന്റെ ഭാര്യയായ ആസിയ വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫിറഔന് ചോദിക്കുന്നു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ? ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ? ആസിയായുടെ മറുപടി എന്തെന്നറിയോ? അവള് പറഞ്ഞത് സത്യമല്ലേ? അവള് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നിങ്ങൾ അടിമയല്ലേ, നിങ്ങൾ അടിമയല്ലേ? ഞാനും അവരുടെ കൂടെയാ. റബ്ബി മൂസ വഹാറൂ, ആ മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ഫിറഔനിന്റെ കൈകാല് പിടച്ചു പോയടോ. തന്റെ കൂടെ കിടന്നവള്, തന്റെ ഭാര്യ ആസിയ പറയുന്നു, ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. എന്തൊരു ചങ്കൂറ്റമെന്നറിയോ, എന്തൊരു ധൈര്യമെന്നറിയോ? പ്രിയപ്പെട്ട അതാ ഫിറഔനിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അല്ലാഹുവേ, ആസിയാരെ കൊട്ടാരത്തിന്റെ അകത്തടച്ചിടുകയാ. പട്ടിണിക്കിട്ട് നോക്കിയടോ, ഒരുപാട് നാള് പട്ടിണിക്കിട്ട് നോക്കി. ആസിയയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. പെങ്ങളെ, അവസാന പട്ടാളക്കാര് കൊണ്ടുപോയി പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ടുപോയി പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുകയാണ്. എന്നിട്ടും ആസിയയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. ആസിയായിക്ക് എന്ത് ഗ്ലാമറാണെന്നറിയോ? ഒരിക്കൽ ആസിയ ബീവി കുളിക്കാൻ പോകുമ്പോ ഫിറഔന് കണ്ടടോ. ഗ്ലാമർ കണ്ടട്ടാ ഫിറഔൻ ആസിയായെ കെട്ടിയത്. എന്നാ ആസിയ ബീവിയുടെ തൊലി മുഴുവനും കറുക്കുകയാ. എല്ലും തോലുമായി പട്ടിണി കിടന്നിട്ട് പടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് എല്ലും തോലുമായി അവസാനം എന്ത് ചെയ്തിട്ടും മതം മാറാതെ വന്നപ്പോ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുഖ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തമപടന്ന് കുത്തിയിറക്കുമ്പോ ആസിയ അല്ലാഹുവിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഫിർഔനിന്റെ കൊട്ടാരപാട് ഞാൻ വലിച്ചെറിയുന്നത് പടച്ചവര്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല പടച്ചവര്. ഇവന്റെ കൊട്ടാരത്തിന്റെ അകത്തില്ലാത്ത ഒന്നുമില്ല പടച്ചവര്. ഇത് മുഴുവനും ഞാൻ വലിച്ചെറിയുകയാണ്. ആസിയയ്ക്ക് വേണ്ടതെന്തെന്നറിയോ? ആസിയായിക്ക് വേണ്ടതെന്തെന്നറിയോ? എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം പടച്ചവര്. എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവര്. ഈ പെണ്ണിന്റെ ചരിത്രമാ ഖുർആൻ പറഞ്ഞത്. ഈ പെണ്ണിന്റെ ചരിത്രമാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, നിങ്ങളൊക്കെ കണ്ടുപഠിക്കാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കിയാൽ പേടി പോകുമടോ, ഭയം പോകുമടോ. അവർക്ക് അല്ലാഹനെ അല്ലാതെ വേറെ ഒരാളെയും അവർക്ക് പേടിയുണ്ടാകില്ല. അതാ ഖുർആൻ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ, ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ കേറിയാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവൻ പേടിക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് പേടിയുണ്ടോ? നമുക്ക് പേടിയുണ്ടോ? അല്ലാഹനെ പേടിയില്ല. നമുക്ക് പേടി ഗവൺമെന്റിനെ പേടി, ജനങ്ങളെ പേടി. അല്ലാഹു നമ്മുടെ ഭയം മാറ്റി തരുമാറാകട്ടെ. അല്ലാഹ് നമ്മുടെ ഭയം മാറ്റി തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹനെ ഒന്നും പേടിയില്ല, ജനങ്ങളെ പേടി. ഉസ്താദേ, നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? അയ്യോ, അധികാരം മുഴുവനും ഓമാരുടെ കയ്യിലാണ്. ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ബില്ലുകളും പാസ്സാക്കുന്നു. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസ്സാക്കി, അത് പാസ്സാക്കി, ഇത് പാസ്സാക്കി. നമ്മളെല്ലാം കൂടെ നാട് കടത്തുമല്ലോ. നമ്മുടെ പേടി ഇതാ. എടാ, നമ്മുടെ പേടി എന്താ? പടച്ചോനെ എല്ലാം വാരിക്കെട്ടി പോകേണ്ടി വരുമോ എന്നുള്ള പേടിയാ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, നീ പിന്നെ എങ്ങെന്തോ വിചാരിച്ചത് ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് നീ വിചാരിച്ചോ? അല്ല ചോദിക്കുകയാ, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന. എടാ, സ്വർഗം എന്ന് പറഞ്ഞ വയനാട് ചുരവാന്നാ വിചാരിച്ച ഓസിനങ്ങ് കയറിപ്പോകാൻ? എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നീ എന്തേ വിചാരിച്ചേ?
എടാ, പണ്ടത്തെ കാലത്ത് ബനു ഇസ്രയേൽപ്പെട്ട മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് തലയുടെ മധ്യഭാഗത്ത് വിറക് മുറിക്കുന്ന, മരം മുറിക്കുന്ന ഈർച്ചവാള് തലയുടെ നടുക്ക് വെച്ചിട്ട് ചോദിക്കും, മതം മാറുമെന്ന്. മുസ്ലിമായി ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് പഴയ മതത്തിൽ വരുമോ? ഇല്ല എന്ന് പറയുന്നവനെ വിറക് മുറിക്കുന്നത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്നോട് പടച്ചവനെ ഇപ്പം അവിടെ ഇവിടെ ഓരോന്നും കാണുമ്പോഴേ നീ ഭയക്ക. ഉസ്താദേ, ഓടേണ്ടി വരുമോ? പോകേണ്ടി വരുമോ? പോകേണ്ടി വന്നാൽ പോണം, പോകേണ്ടി വന്നാൽ പോണം. നീ എന്താ വിചാരിച്ച ഓസിന് പോകാൻ പറ്റുമെന്ന്? ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കും. നമുക്ക് പേടിയാടോ? എന്നാൽ നീ ഒരു മുസ്ലിം അല്ലേ? നീ എന്തേ ചിന്തിക്കാത്തത്? ഉസ്താദെ, നമ്മൾ ന്യൂനപക്ഷം, അവര് ഭൂരിപക്ഷം. അവര് ഭൂരിപക്ഷമാകട്ടെ. ബദർ, ഉഹദ്, ഹന്തക്ക്, ഖൈബർ, ഇസ്ലാമിൻ്റെ ഏത് യുദ്ധം വേണമെങ്കിലും നീ എടുത്തു നോക്ക്. ഭൂരിപക്ഷമാണോ വിജയിച്ചത്? ന്യൂനപക്ഷമാണോ വിജയിച്ചത്? എടാ, ബദറിൻ്റെ രണാങ്കണത്തിൽ പോകുമ്പോൾ 313 സഹാബത്ത്, 1000 പരം ശത്രുക്കൾ അപ്പുറത്ത് നിൽക്കുക. ഈ പോകുന്നവരുടെ കയ്യിൽ വാളുമില്ല, പരിചയമില്ല, പട്ടിണി കിടന്നിട്ടാ പോണേ. ബദറിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസം അപ്പുറത്ത് ഒട്ടകത്തെ ചുട്ട് തിന്നുന്നുണ്ട്. ഒട്ടകത്തെ ചുട്ട് തിന്ന് കള്ളും കുടിക്കുന്നുണ്ട്. ഗാനമേള നടക്കുന്നുണ്ട് അപ്പുറത്ത്. എന്നിട്ട് അവർ ബദറിൽ പോയേ. ഇവിടെ പടച്ചവനെ ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച ഒന്നുമില്ല. എടോ, ബദറിൽ പോകുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ യുദ്ധത്തിന് പോവാ, എൻ്റെ കയ്യിലൊന്നുമില്ല, വാളുമില്ല, പരിചയമില്ല, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ കിടന്ന ഒരു ഈന്തപ്പന മരത്തിൻ്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ഞാൻ പറയുന്നത് പുഷ്പ 2 കഥയൊന്നുമല്ല കേട്ടാ, ഇത് കഥയല്ല. നിനക്ക് അതാ വലിയ എങ്ങനെ ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, അതൊക്കെ നോക്കിയിട്ടാ പഠിക്കുക. ഇവിടെ താഴെ കിടന്ന ഒരു മടലെടുത്ത് മടലെന്നല്ലേ പറയാ, അതിനെന്താ പറയാ? ഈ തെങ്ങിൻ്റെ ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാ? എന്തെങ്കിലും ആവട്ടെ, മനസ്സിലായാൽ മതി. ആ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപൊക്കോളാൻ. ആ സഹാബി പറയാ, ഞാൻ വീശുമ്പോ തല പോകുന്നുണ്ടെന്ന്. ആ മടൽ അത് മതിയായിരുന്നടോ മുസ്ലിമിന്, അത് മതി മുസ്ലിമിന്. നീ എന്താ വിചാരിച്ച? ഖുർആനല്ലേ പറയുന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തും, നമ്മളെ പേടിപ്പിക്കും. പേരട്ടു അല്ലാഹ്. നമ്മുടെ ഈമാൻ അള്ളാഹു അളന്നു നോക്കും. നമുക്ക് അല്ലാഹ് വലുത് അതോ ഇവന്മാരാണോ വലുത്? അല്ലാഹ് നമ്മളെ നോക്കും, നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു വല്ലാതെ ഭയപ്പെടുത്തി നോക്കും. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അള്ളാഹു പല പരീക്ഷണങ്ങളും നമുക്ക് തരും. നമ്മൾ ആരെയാ പേടിക്കുന്നേ? നമ്മൾ എന്തിനാ പേടിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. എടോ, ശത്രുവിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. നിങ്ങളുടെ പള്ളിയിലെ ഇമാമ് മഗ്രിബ് നമസ്കാരത്തിനോതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അത് ഓതിയിട്ടുണ്ടോ സഹോദരാ? എന്നാ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്, അതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. പിന്നെ പടച്ചവനെ, നിന്റെ പേടി മാറുമടോ. ആ സൂറത്തിന്റെ അർത്ഥം ആരെങ്കിലും വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇവന്മാരെ നീ ഭയപ്പെടില്ലായിരുന്നു, ഇവന്മാരെ നീ പേടിക്കില്ലായിരുന്നു. അള്ളാഹു അതിനകത്തൊരു ചരിത്രം പറയുകയാണ്. അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ചരിത്രം പറയുകയാ. അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് കടന്നു വരികയാണ്. മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ, അതുകൊണ്ട് ആനയുമായിട്ട് കഅബാലയം പൊളിക്കാൻ വരികയാണ്. പടച്ച റബ്ബേ, അബാബീൽ എന്ന് പറയുന്ന ചെറിയ കുരുവിയിടത്ര
എത്രയുള്ള കിളികളുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അല്ലാഹു അവരെ തകർത്ത് കളഞ്ഞടോ. നീ പശുവ് പുല്ല് തിന്നാറുണ്ടല്ലോ, പശുവ് പുല്ല് തിന്നു കഴിയുമ്പോ ബാക്കി വരുന്നത് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയ അല്ലാഹു തകർത്തെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് നിനക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്, ഇത് എനിക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഭയം വേണ്ട സഹോദരാ, പേടി വേണ്ട സഹോദരാ. നീ മുസ്ലിമാ മോനെ, നീ മുസ്ലിമാ മോനെ, നിന്റെ കൂടെ അല്ലാഹു ഉണ്ടല്ലോടാ ചെറുപ്പക്കാരാ. എന്തിനാ ഭയക്കുന്നത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഹിജ്റ പോകുമ്പോ അതാ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന ചരിത്രം പഠിച്ചവനാണല്ലോ അബൂബക്കർ. തങ്ങളുടെ മടിത്തട്ടിലാണ് നബിതങ്ങൾ കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന കഥ പഠിച്ചവരല്ലേ. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ, അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നിബിതങ്ങള് ഞെട്ടിയുണർന്നു, നിബിതങ്ങള് ഞെട്ടിയുണർന്നു. അള്ളാന്റെ റസൂല് നോക്കുമ്പോ അബൂബക്കറിന്റെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. എന്തേ അബൂബക്കർ, എന്തു പറ്റി അബൂബക്കർ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ശത്രുക്കൾ മുകളിലെത്തിക്കഴിഞ്ഞു നബിയേ. അവരുടെ കൈകളിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവരെങ്ങാടമൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ കാണുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ നിബിതങ്ങളിരുന്ന് ചിരിക്കുന്നടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനിരുന്ന് ചിരിക്കുകയാണ്. എന്തേ നബിയേ ഈ സമയത്തിരുന്ന് ചിരിക്കുന്നതെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അബൂബക്കറേ, നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാള് നമ്മുടെ കൂടെയുണ്ട്, മൂന്നാമതൊരാള് നമ്മുടെ കൂടെയുണ്ട്. അവനാരെന്നറിയുവോ? അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? മുസ്ലിമേ, ഈമാനുള്ളവനെ, നീ എന്തിനാടാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ഈ ശത്രുവിനെയും പടച്ചത് അല്ലാഹുവാണല്ലോ. ആ മുകളിൽ നിൽക്കുന്നവന് താഴേക്ക് നോക്കണമെങ്കിൽ അവന് തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കർ, അല്ല തീരുമാനിക്കണം അബൂബക്കർ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹനെ വെറുപ്പിക്കല്ലേ വാപ്പാ, അല്ലാഹനെ വെറുപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. അല്ലാഹനെ മനസ്സിലാക്കുമോനെ, അല്ലാഹനെ മനസ്സിലാക്കുമോനെ. പെങ്ങളെ, ഈമാൻ ഉറപ്പിക്കു പെങ്ങള്, ഈമാൻ ഉറപ്പിക്കു പെങ്ങള്. ഈമാൻ ഉറച്ചു കഴിഞ്ഞാ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പോവുകയാണ്, നിന്റെ സ്വഭാവം മാറുകയാണ്, നിന്റെ ദുസ്വഭാവങ്ങൾ മാറുകയാണ്, സീരിയൽ കാണുന്ന സ്വഭാവം മാറുകയാണ്, ഫേസ്ബുക്കിൽ കേറുന്ന സ്വഭാവം മാറുകയാണ്, ഏത് തലയ്ക്ക് പിടിച്ച പ്രാന്തും മാറും പെണ്ണ്. അല്ല കേറിയാ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. നിനക്ക് സുലൈഖ ബീവിയുടെ ചരിത്രം വല്ലാത്ത ഇഷ്ടമാണല്ലോ. സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തുകാരിയെ നിനക്ക് മറക്കാൻ കഴിയില്ലല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിച്ചിട്ട് സുലൈഖ യാചിക്കുന്നു, യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ. തന്റെ മാറിടത്തിലേക്ക് യൂസുഫിനെ ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരി പടച്ചവനെ അവിടെ നിന്ന് യാചിക്കുകയാണ്. ആരും കാണില്ലടാ യൂസുഫേ, ആരും അറിയില്ലടാ യൂസുഫേ. യൂസുഫിനോട് പറയുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, കാല
മആദല്ലാഹ് സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. നീ സുലൈഖയുടെ ചരിത്രം പഠിച്ചവളാണ്. ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോ പടച്ചവനെ വർഷങ്ങളോളം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്തിട്ട് അടച്ചിട്ടവളാണ്. ജയിലറയിൽ പിടിച്ച് അടച്ചിട്ട് വൈരാഗ്യം തീർത്തവളാണ് സുലൈഖ. എന്നാ ചരിത്രം അത്രയല്ലേ നിനക്കൊക്കെ അറിയൂ, നിനക്കത്രയല്ലേ അറിയൂ. പ്രേമിച്ച സുലൈഖ, കേറി പിടിച്ച സുലൈഖ അത്രയല്ലേ നിനക്കറിയൂ. എന്നാൽ ആ ചരിത്രത്തിനൊരു അവസാനമുണ്ട് പെങ്ങള്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖ ബീവിയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു.